ബാംഗ്ലൂരിൽ നിന്ന് അബുദാബിയിലേക്കൊരു യാത്ര പോയാലോ? സോ ഐ ഹാവ് റീച്ച്ഡ് ബാംഗ്ലൂർ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റിൻ്റെ സമയം 4:30 ആയിരുന്നു. ഞാൻ പക്ഷേ നേരത്തെ 3 hours മുന്നേ തന്നെ കയറി. സംഭവങ്ങളൊക്കെ കഴിഞ്ഞു, ബോർഡിംഗ് പാസ് കിട്ടി. അപ്പോൾ നമ്മൾ D3 എൻ്റെ ഗേറ്റ്. അപ്പോൾ ഞാനത് D3 എവിടെയാണെന്ന് തപ്പി അവിടെ എല്ലാം കറങ്ങി നടന്നു. അങ്ങനെ ഫൈനലി D3 എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. അങ്ങോട്ടേക്ക് പോയി അവിടെ ബാഗൊക്കെ വെച്ചു. ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് ടൈം നോക്കിയപ്പോൾ പിന്നെയും കുറേ ടൈം. അപ്പോഴാണ് ഞാൻ ഓർത്തത്, എൻ്റെ ബ്രദറായ സാൻറ്റിമാൻ എനിക്കൊരു 500 rupees തന്നിട്ട് പറഞ്ഞു, നീ അത് ഈ എയർപോർട്ടിൽ തന്നെ ചിലവഴിച്ചോണം, അവിടെ ദുബായി ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഒരു കാപ്പി കുടിക്കാമെന്ന് ഓർത്തിട്ട് ഇവിടെ കയറിയപ്പോൾ ഒരു കോഫിക്ക് 315 rupees. സോ ഇതൊക്കെ ഐ വിൽ ഡ്രിങ്ക് കോഫി. അങ്ങനെ കോഫി ഓർഡർ ചെയ്തു. പിന്നെ ബാക്കി 500 ബാക്കിയുണ്ടല്ലോ, അതിലെന്ത് ചെയ്യുമെന്ന് ഓർത്തപ്പോൾ ആകെ ഒരു ടെൻഡർ കോക്കനട്ട് ജ്യൂസ് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ ഗായ്സ്, ഞാൻ ഈ ചേച്ചിയെ എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. മലയാളി ചേച്ചിയാണ്. അപ്പോൾ നമ്മൾ രണ്ടുകൂടെ ഫ്ലൈറ്റ് കയറി. പക്ഷേ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ചേച്ചി എൻ്റെ അടുത്തല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് വേറൊരു ആൻറ്റിയെയും ഒരു ഹിന്ദി പെൺകുടിയെയും ഫ്രണ്ടായിട്ട് കിട്ടി. ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു. അപ്പോഴത്തേന് ഫ്ലൈറ്റ് എടുത്തു, പോയി. പിന്നെ അപ്പോഴത്തേക്ക് സമയമായി, കുറച്ച് ഫുഡ് വന്നു. ഞാൻ നോൺ വെജ് പറഞ്ഞു. അങ്ങനെ കുറച്ച് ചിക്കൻ, റൈസ്, സ്പ്രൗട്ടഡ് ഗ്രാം അങ്ങനെ കുറേ കിട്ടി. കുറച്ച് നേരത്തെ രാത്രിയായി. അങ്ങനെ അബുദാബി ഇങ്ങനെ മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും എയർപോർട്ട് എത്തി. സോ നമ്മൾ അബുദാബി എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. പിന്നെ എൻ്റെ ബ്രദർ എന്നെ വിളിക്കാൻ വരുന്നുണ്ട്, ടോണിമാൻ അന്തോണി. സോ ഞങ്ങൾ രണ്ടുപേരും, അതായത് ഹിന്ദി പെൺകുടി എന്ന് പറഞ്ഞില്ലേ, ഷീസ് ഷാനുവും ആൻറ്റിയും പിന്നെ വേറൊരു മോനും എല്ലാവരുമായിട്ട് നമ്മൾ പുറത്തിറങ്ങി ബാഗൊക്കെ കളക്ട് ചെയ്തു. പിന്നെ ഈ ഏരിയ കണ്ടപ്പോൾ അബുദാബിയിൽ ഊബർ കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ ബ്രദർ എത്തിയിട്ടുണ്ട്. അവൻ ഫസ്റ്റ് ലൈനിൽ N എന്ന് പറഞ്ഞൊരു പാർക്കിങ്ങിലുണ്ട് എന്ന് പറഞ്ഞു. തപ്പി അത് കിട്ടി. കാർ കണ്ടുപിടിച്ചു. അങ്ങനെ കാർ കണ്ടുപിടിച്ച് കാറിൻ്റെ അടുത്തെത്തിയപ്പോൾ ആളെ കാണാനില്ല. പിന്നീട് അവിടുന്ന് വരുന്നു കഥാനായകൻ അന്തോണി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു, ഓക്കെ ഫൈൻ, നമുക്ക് റൂമിൽ പോവാം. അങ്ങനെ കാറിൽ കയറി നമ്മൾ അബുദാബിയൊക്കെ കുറച്ചൊന്ന് ചുറ്റി കണ്ടു. പിന്നെ ഈ മെഷീൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കാർ പാർക്ക് ചെയ്യുന്നതിൻ്റെ പേയ്മെൻറ്റ് ഈ മെഷീനിലൂടെയാണ് നമുക്ക് അടയ്ക്കേണ്ടത്. വെറും 35 ദിനാറേ ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു അരമണിക്കൂറിന് നമ്മൾ ഇന്ത്യൻ റുപ്പീസ് നോക്കുമ്പോൾ 840 rupees ആണ് അവിടെ അടച്ചത്. ഓക്കെ ഫൈൻ, അതൊക്കെ പോട്ടെ, വിഷമിട്ടിട്ട് കാര്യമില്ല. ഇത് അബുദാബിയാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇനി വീട്ടിൽ നമ്മുടെ ടോണി അച്ഛൻ്റെ വൈഫ് ഉണ്ട്. ടോണി അച്ഛൻ്റെ വൈഫ് ഓൾറെഡി വർക്കിങ്ങിലാണ്. ചെന്നപ്പോൾ ആൾ നാണം കൊണ്ട് ക്യാമറയിൽ നിന്ന് മാറിപ്പോയി. ബാക്കി അബുദാബി ആൻഡ് ദുബായ് വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ.